മഹാരാഷ്ട്രയിലെ സമര സംഘടന എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷ സംഘടനകളാണ്. പതിനായിരങ്ങളെ തെരുവിലിറക്കി പ്രക്ഷോഭം നടത്താനുള്ള കഴിവ് CPMന്റെ വർഗ ബഹുജന സംഘടനകൾക്ക് കാവ്യരാഷ്ട്രീയത്തിന് വളക്കൂറുള്ള മഹാരാഷ്ട്രയിലുണ്ട്. അത് പലവട്ടം ഈ ചുവപ്പ് സംഘം തെളിയിച്ചിട്ടുള്ളതാണ്. അടുത്തിടെ പാൽഗറിലും അത് നാം കണ്ടു. പാൽഗർ കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ചുവപ്പ് പ്രക്ഷോഭം വിജയം കണ്ടതോടെ വർദ്ധിച്ച വീര്യത്തോടെ പുതിയ മറ്റൊരു പോർമുഖമാണ് CPM സംഘടനകൾ മഹാരാഷ്ട്രയിൽ തുറന്നിരിക്കുന്നത്. അതാകട്ടെ മഹാരാഷ്ട്ര സർക്കാരിനെ തന്നെ മുൾമുനയിൽ നിർത്തുന്നതുമാണ്. കേന്ദ്ര സംസ്ഥാന BJP സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ CPIMന്റെയും അഖിലേന്ത്യാ കിസാൻ സഭയുടെയും നേതൃത്വത്തിലാണ് മഹാരാഷ്ട്രയിൽ വീണ്ടും സമരമുഖം തുറന്നിരിക്കുന്നത്. കർഷക മേഖലയായ നാസിക്കിൽ നിന്നും മുംബൈയിലേക്ക് ചെങ്കൊടിയേന്തിയ പതിനായിരങ്ങളാണ് മാർച്ച് തുടങ്ങിയിരിക്കുന്നത്. കർഷകരും കർഷക തൊഴിലാളികളും അടക്കം 40,000 പേരാണ് ഈ ലോങ് മാർച്ചിൽ പങ്കെടുക്കുന്നത്. 2018 നടത്തിയ ലോങ് മാർച്ചിനെ തുടർന്ന് നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിലും കോർപ്പറേറ്റ് അനുകൂല നയങ്ങളിലും പ്രതിഷേധിച്ചാണ് ഈ തുടർ സമരം. വനാവകാശ നിയമപ്രകാരമുള്ള അവകാശങ്ങൾ ഉറപ്പാക്കുക, കർഷകർക്ക് കൃഷിഭൂമി വിതരണം ചെയ്യുക, സ്മാർട്ട് മീറ്റർ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കൊപ്പം തൊഴിലാളി ദ്രോഹ ലേബർ കോഡുകൾക്കെതിരെയും തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെയുമാണ് പ്രക്ഷോഭം. വികസനത്തിന്റെ പേരിൽ കർഷകരുടെ ഫലഭൂയിഷ്ടമായ ഭൂമി വ്യാപകമായി ഏറ്റെടുക്കുന്നതും ഇതിന് മതിയായ നഷ്ടപരിഹാരം നൽകാത്തതും കർഷകരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. CPM പോളിറ്റ് ബ്യൂറോ അംഗവും അഖിലേന്ത്യാ കിസാൻ സഭ പ്രസിഡന്റുമായ അശോക് ധാവ്ലെയുടെ നേതൃത്വത്തിലാണ് മാർച്ച് തുടങ്ങിയിരിക്കുന്നത്. CPM മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം JP ഗാവിത്, സംസ്ഥാന സെക്രട്ടറി അജിത് നവാലെ, CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് DL കാരാട്ട്, നാസിക് ജില്ലാ സെക്രട്ടറി ഇന്ദ്രജിത് ഗാവിത്, അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് ഉമേഷ് ദേശ്മുഖ് തുടങ്ങിയവരും കർഷകർക്കൊപ്പം ചുട്ടുപൊള്ളുന്ന വെയിലിൽ നടക്കുകയാണ്. AC റൂമുകളിലും വാഹനങ്ങളിലും സഞ്ചരിച്ച് സമരം നടത്തുന്ന മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി 187 കിലോമീറ്റർ ദൂരമാണ് 1.5 ലക്ഷത്തോളം പേരിങ്ങനെ കാൽനടയായി മാർച്ച് നടത്തുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ പങ്കെടുത്ത് ചെങ്കൊടിയേന്തി റോഡിലൂടെ ഒഴുകുന്ന ഈ വൻ ജനകീയ മുന്നേറ്റം ദേശീയ മാധ്യമങ്ങളിലും ഇതിനകം തന്നെ ഇടം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിരവധി ദിവസങ്ങളെടുത്ത് മാർച്ച് മുംബൈയിൽ എത്തുന്നതോടെ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന വലിയ പ്രക്ഷോഭമായി അത് രൂപാന്തരപ്പെടും.